Hello everyone, welcome to AMVI. So, in this video, we will discuss types of flames in oxyacetylene welding and welding is a topic. Welding is manufacturing topic. Welding is a joining method. We are using welding to join similar or dissimilar metals with or without the application of heat, with or without the application of pressure, as well as filler material. Okay. So, our welding is a topic types of flames in oxyacetylene welding. So, types of flames like this setup is detail. We have two cylinders. These cylinder oxygen and acetylene drawn two different hoses use. These two different hoses and two different materials acetylene draw cheyanayittu nammal use cheyyunnathu rubber hose aanu. Okay, rubber hose aanu. Oru hose rubber ഉപയോഗിച്ചാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ ഇതൊരു സിലിണ്ടർ ആണ്. ആക്ച്വലി ഇവിടെ ഒരു സിലിണ്ടർ ഉണ്ട്. അതൊരു ബ്ലാക്ക് ഷേപ്പിലാണ് ആ സിലിണ്ടർ. അതുകൊണ്ടാണ് അത് വിസിബിൾ ആയിട്ട് കാണാത്തത്. ഓക്കെ, ഇത് ആക്ച്വലി ഒരു ബ്ലാക്ക് ഷേപ്പിലാണ്. ആ ബ്ലാക്ക് സിലിണ്ടറിലാണ് നമ്മൾ ഓക്സിജൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ആ ഓക്സിജൻ ഡ്രോ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കോപ്പർ ട്യൂബ് ആണ്. ഓക്കെ, ഓക്സിജൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഓക്സിജൻ ഡ്രോ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോപ്പർ ട്യൂബാണ്. കോപ്പർ ട്യൂബാണ്. സോ ഈ രണ്ട് ട്യൂബ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ട്യൂബ്സ് ഫെയിൽ ആവും. സോ ആ ഒരു ഇന്റർചേഞ്ചിങ് വരാതിരിക്കാനായിട്ട് നമ്മൾ സിലിണ്ടേഴ്സിന് നമ്മൾ ഡിഫറെന്റ് കളറും അതേപോലെ തന്നെ ഡിഫറെന്റ് ത്രെഡും ഒക്കെ കൊടുത്തിട്ട് ഡിഫറെന്റ് സൈസും ഒക്കെ കൊടുത്തിട്ട് നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ആ ഒരു സിലിണ്ടേഴ്സ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ആ ഒരു സൈസ് വേരിയേഷൻ ആൻഡ് കളർ വേരിയേഷൻ ആൻഡ് ഓൾസോ ത്രെഡ് വേരിയേഷൻ ഓഫ് ദ റെഗുലേറ്റർ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓക്സിയസെറ്റിൻ വെൽഡിങ്ങിന്റെ ആ ഒരു ഇതിൽ മനസ്സിലാക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഇതിൽ വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലെയിംസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലെയിംസ് ഇൻ ഓക്സിഅസെറ്റിലിൻ വെൽഡിംഗ്. ഫസ്റ്റ് വൺ എന്താണ്, ന്യൂട്രൽ ഫ്ലെയിം. സെക്കൻഡ് വൺ ഈസ് ഓക്സിഡൈസിങ് ഫ്ലെയിം ആൻഡ് തേർഡ് വൺ ഈസ് Carburizing flame. So, എന്താണ് ഇതിന്റെ മൂന്നിന്റെയും ഫീച്ചേഴ്സ്, എന്താണ് ഇതിന്റെ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് നമുക്കൊന്ന് പറയാം. സോ ആക്ച്വലി ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദ ഓക്സിജൻ അസറ്റലിൻ റേഷ്യോ. ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ഓക്സിജൻ അസറ്റലിൻ റേഷ്യോ. ഓക്കെ, O2 is to C2 H2, അതായത് ഓക്സിജൻ is to അസറ്റിലിൻ, ആ ഒരു റേഷ്യോയുടെ ബേസിസിലാണ് നമ്മൾ ഈ ഒരു ഫ്ലെയിംസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഓക്സി അസറ്റിലിൻ മിക്സറിനെ നമ്മൾ ഹീറ്റ് ചെയ്തിട്ടാണ്, ബേൺ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ മിക്സറിൽ വരുന്ന ഓക്സിജന്റെയും അസറ്റിലിന്റെയും ആ ഒരു റേഷ്യോ ആണ്, ഓക്സിജൻ is to അസറ്റിലിൻ റേഷ്യോയുടെ ബേസിസിലാണ് നമ്മൾ ഈ ഒരു ഫ്ലെയിംസ്, മൂന്ന് ടൈപ്പ് ഓഫ് ഫ്ലെയിംസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ന്യൂട്രൽ ഫ്ലെയിം ആണ്. ഓക്സിഅസെറ്റിലിൻ വെൽഡിങ്ങിൽ നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഫ്ലെയിം എന്ന് പറയുന്നത് എന്താണ്, ന്യൂട്രൽ ഫ്ലെയിം ആണ്. എന്തിന്റെ ബേസിസിലാണ് നമ്മൾ ഫ്ലെയിമിനെ ക്ലാസിഫൈ ചെയ്തതെന്ന് പറഞ്ഞത്, ഓക്സിജൻ ഈസ് ടു അസറ്റിലിന്റെ റേഷ്യോ വെച്ചിട്ടാണ്. എന്തില്, ഓക്സിഅസെറ്റിലിൻ ഗ്യാസ് മിക്സറിൽ. സോ ന്യൂട്രൽ ഫ്ലെയിമിൽ എന്താണ്, ഓക്സിജൻ ഈസ് ടു അസറ്റിലിൻ റേഷ്യോ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, സോ ഓക്സിജൻ ഈസ് ടു അസറ്റിലിൻ റേഷ്യോ എന്ന് പറയുന്നത് 1 ആണ് എന്നുള്ളതാണ് നമ്മൾ ന്യൂട്രൽ ഫ്ലെയിമിൽ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. സോ ഇവിടെ ഞാൻ ഫ്ലെയിമിന്റെ ആ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. സോ ഇതിൽ വരുന്ന ഡിഫറെന്റ് റീജിയൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആ ഒരു വെൽഡിംഗ് ടോർച്ചിന്റെ പോർഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ നോസിലാണ്, നോസിൽ. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഔട്ടർ എൻവലപ്പ് ആണ്, ഔട്ടർ എൻവലപ്പ് ഓഫ് അവർ ഫ്ലെയിം, ഇല്ലെങ്കിൽ നമ്മുടെ ഔട്ടർ കോൺ എന്നൊക്കെ പറയാം, ഔട്ടർ കോൺ ഓഫ് അവർ ഫ്ലെയിം. ആൻഡ് ദിസ് ഈസ് അവർ inner cone of the flame. So ഇതില് ഇന്നർ കോൺ എന്ന് പറയുന്നതും ഔട്ടർ കോൺ എന്ന് പറയുന്നതും നമുക്ക് ഈസി ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എന്താണ്, അതിന്റെ കളർ വെച്ചിട്ട്. ഇന്നർ കോൺ എന്ന് പറയുന്നത് യെല്ലോയിഷ് ഇൻ കളർ ആയിരിക്കും. ഔട്ടർ എൻവലപ്പ് അല്ലെങ്കിൽ ഔട്ടർ കോൺ എന്ന് പറയുന്നത് ബ്ലൂ ഇൻ കളർ ആയിരിക്കും. ആ ഒരു ഫ്ലെയിമിന്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. സോ ദെൻ അതിന്റെ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ലെങ്ത് ഓഫ് ദ ഇന്നർ കോൺ, അതായത് ഈ ഒരു യെല്ലോ കളറിലുള്ള ആ ഒരു കോണിന്റെ, ഇന്നർ കോണിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 10 to 15 mm ആയിരിക്കും. ഓക്കെ, 10 to 15 mm ആയിരിക്കും. മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ദിസ് ഫ്ലെയിം എന്ന് പറയുന്നത്, ന്യൂട്രൽ ഫ്ലെയിമിന്റെ മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്,
3260 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് എവിടെയാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? എവിടെയാണ് നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ കിട്ടുന്നത്? ഇന്നർ കോണിലാണ് നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ കിട്ടുന്നത്, 3260 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അതിന്റെ ആ ഒരു ഇന്റർസെക്ഷൻ വിത്ത് ഔട്ടർ എൻവലപ്പ് വരുന്ന ഈ ഒരു റീജിയനിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മാക്സിമം ടെമ്പറേച്ചർ കിട്ടുന്നത് ന്യൂട്രൽ ഫ്ലെയിമിന്റെ കേസിൽ. ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2000 to 2100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ന്യൂട്രൽ ഫ്ലെയിമിൽ വരുന്ന ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ദെൻ അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മാക്സിമം ടെമ്പറേച്ചറിന്റെ 2/3 ആണ് വരുന്നത്. ഓക്കെ, ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മാക്സിമം ടെമ്പറേച്ചർ ആയിട്ടുള്ള 3260 ഡിഗ്രി സെൽഷ്യസിന്റെ ആ ഒരു 2/3 റേഞ്ചിലായിരിക്കും വരുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ജോയിനിങ് ഓൾ ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ് എക്സെപ്റ്റ് ബ്രാസ് ആണ്. ബ്രാസ് ഒഴിച്ച് നമുക്ക് ഏത് ഫെറസ് അല്ലെങ്കിൽ നോൺ ഫെറസ് മെറ്റൽസിനെയും ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ന്യൂട്രൽ ഫ്ലെയിം ഉപയോഗിക്കാം. എന്തുകൊണ്ടാണ് ബ്രാസിന് അത് യൂസ് ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രാസ് നമുക്കറിയാം എന്താണ്, ഒരു കോപ്പർ സിങ്ക് അലോയ് ആണ് അല്ലെ. സോ അതിലെ ആ ഒരു സിങ്ക് ഈ ഒരു ന്യൂട്രൽ ഫ്ലെയിം കാരണം ഇവാപറേറ്റ് ചെയ്തു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ന്യൂട്രൽ ഫ്ലെയിം ബ്രാസിന്റെ ജോയിനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാത്തത്. സോ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ന്യൂട്രൽ ഫ്ലെയിമിനെ പറ്റി അറിഞ്ഞിരിക്കാനുള്ളത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്താണ്, ഓക്സിജൻ ഈസ് ടു അസറ്റിലിൻ റേഷ്യോയുടെ ബേസിസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ ഒരു റേഷ്യോ എത്രയാണ് ന്യൂട്രൽ ഫ്ലെയിമിന്റെ കേസിൽ? 1 ആണ്. Length of the inner cone 10 to 15 mm. Maximum temperature is 3260 degrees Celsius and average temperature is 2/3 of maximum temperature. So നമ്മുടെ next type of oxidizing flame ആണ് നമ്മുടെ next type of flame in oxyacetylene welding എന്ന് പറയുന്നത്. So ഇതിന്റെ ആ ഒരു ഓക്സിജൻ അസറ്റിലിൻ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 1.15 to 1.5 ആണ്. So what does this mean? Oxygen is to C2H2. Oxygen is to acetylene is 1.15 to 1.5. ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ 1 ആണ്. Which means that excess of oxygen is present in the oxyacetylene mixture. അതാണ് ആ ഒരു റേഷ്യോ ഇംപ്ലൈ ചെയ്യുന്നത്. സോ ദെൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ദ ഇന്നർ കോൺ എന്ന് പറയുന്നത് n/3 to n/2 ആണ്. ഓക്കെ, നമ്മൾ ന്യൂട്രൽ ഫ്ലെയിമിന്റെ കേസസിൽ n എന്താണെന്നുള്ളത് കണ്ടു, ലെങ്ത് ഓഫ് ദ ഇന്നർ കോൺ ആണ്. അത് എത്രയാണ് നമ്മൾ കണ്ടത്? അറൌണ്ട് 10 to 15 mm ആയിരുന്നു അല്ലെ. സോ ഇവിടെ വരുമ്പോൾ ആ ലെങ്ത് ഓഫ് ദ ഇന്നർ കോൺ എന്ന് പറയുന്നത് n/3 to n/2 ആണ്. ന്യൂട്രൽ ഫ്ലെയിമിന്റെ ആ ഒരു ലെങ്ത് ഓഫ് ദ ഇന്നർ കോണിന്റെ 1/3 to 1/2 വാല്യൂന്റെ ആ ഒരു റേഞ്ചിലാണ് ഇവിടെ ലെങ്ത് ഓഫ് ദ ഇന്നർ കോൺ എന്ന് പറയുന്നത് വരുന്നത്. വേർ n is the length of inner cone of neutral flame. Okay. Then maximum temperature എന്ന് പറയുന്നത് 3380 ഡിഗ്രി സെൽഷ്യസ് ആണ്. എവിടെയാണ്? നമുക്ക് ഇന്നർ കോണിലാണ് കിട്ടുന്നത്. 3380 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ ഇന്നർ കോണിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു? n/3 to n/2. n/3 to n/2 ആണ് ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 2100 ഡിഗ്രി സെൽഷ്യസ് ടു 2200 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് ഓർത്ത് വെക്കുക. ദെൻ ഇറ്റ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഫോർ ജോയിനിങ് ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ലൈക്ക് അലൂമിനിയം ആൻഡ് മാഗ്നീഷ്യം. സോ എന്തുകൊണ്ടാണ് ഓക്സിഡൈസിങ് ഫ്ലെയിം ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ആയിട്ടുള്ള അലൂമിനിയം, മാഗ്നീഷ്യം പോലുള്ള മെറ്റൽസ് ജോയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യരുതെന്ന് പറയുന്നത്? ബിക്കോസ് in the ratio it is clear that oxygen acetylene ratio is greater than 1, which means that oxygen is excess in the oxyacetylene mixture, and due to the excess of oxygen, free oxygen may present in the flame. Okay, free oxygen may present in the oxidizing flame, and due to the presence of free oxygen in the oxidizing flame, it may lead to the oxidization of these highly reactive metals. Okay, due to the presence of free oxygen, it may react with these highly reactive metals like aluminum and magnesium and forms their metal oxides. It is undesirable. That is why oxidizing flame is not preferred for joining highly reactive metals like aluminum and magnesium. അതുകൊണ്ടാണ് നമ്മൾ highly reactive metals-ന്റെ കേസിൽ oxidizing flame യൂസ് ചെയ്യാത്തത്. Then it is used for joining high melting point materials because it is having a higher temperature at the inner cone. നമുക്കൊരു higher temperature ഇവിടെ കിട്ടുന്നുണ്ട് inner coneൽ compared to neutral flame. സോ അതെന്താണ്, നമ്മൾ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റീരിയൽസിനെ ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാവുന്ന ഒരു ഫ്ലെയിം ആണ്, ടൈപ്പ് ഓഫ് ഫ്ലെയിം ആണ് ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ജോയിനിങ് ബ്രാസ് വർക്ക് പീസ്.
നമ്മൾ ബ്രാസ് ന്യൂട്രൽ ഫ്ലെയിം ഉപയോഗിച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു. വൈ? ബിക്കോസ് ഇറ്റ് ഇവാപ്പറേറ്റ് ദ സിങ്ക് ഇൻ ദ ബ്രാസ്. Oxidizing flame can be used for joining the brass workpiece because temperature high ആയതുകൊണ്ട് അത് പെട്ടെന്ന് മെൽറ്റ് ആവും, ബിക്കോസ് ഇറ്റ് ഈസ് എ ഹൈ മെൽറ്റിംഗ് പോയിന്റ് മെറ്റീരിയൽ. നമ്മുടെ ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഫ്ലെയിം എന്ന് പറയുന്നത് ഏതാണ്? കാർബറൈസിംഗ് ഫ്ലെയിം ആണ്. ഓക്സി അസറ്റൈലിൻ വെൽഡിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഫ്ലെയിം എന്ന് പറയുന്നത് ഏതാണ്? കാർബറൈസിംഗ് ഫ്ലെയിം ആണ്. സോ അതിന്റെ ഓക്സിജൻ അസറ്റൈലിൻ റേഷ്യോ എത്രയാണ്? 0.85 to 0.95 ആണ്. ന്യൂട്രൽ ഫ്ലെയിമിൽ അത് 1 ആയിരുന്നു, ഓക്സിഡൈസിംഗ് ഫ്ലെയിമിൽ അത് ഗ്രേറ്റർ ദാൻ 1 ആയിരുന്നു. ഇവിടെ എന്താണ്? 0.85 to 0.95 ആണ്, വിച്ച് മീൻസ് ഇറ്റ് ഈസ് ലെസ് ദാൻ 1, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ഓക്സിജൻ ഈസ് ഡെഫിഷ്യന്റ്. ഓക്സിജൻ കുറവാണ് ഓക്സി അസറ്റൈലിൻ മിക്സറിൽ. അതുകൊണ്ടാണ് ഓക്സിജൻ ഈസ് ടു അസറ്റൈലിൻ റേഷ്യോ എന്ന് പറയുന്നത് 0.85 to 0.95 വന്നത്. സോ ഇവിടെ ലെങ്ത് ഓഫ് ദ ഇന്നർ കോൺ എന്ന് പറയുന്നത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 2n to 3n ആണ്. ന്യൂട്രൽ ഫ്ലെയിമിന്റെ ലെങ്തിനേക്കാളും 2 times അല്ലെങ്കിൽ 3 times കൂടുതലാണ് ഇവിടെ ലെങ്ത് ഓഫ് ദി ഇന്നർ കോൺ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണത്? ബിക്കോസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇവിടെ ഓക്സിജന്റെ അളവ് കുറവാണ്, ഓക്സിജൻ ഡെഫിഷ്യന്റ് ആണ്. അതുകൊണ്ടാണ് ഓക്സിജൻ അസറ്റൈലിൻ റേഷ്യോ നമുക്ക് ലെസ് ദാൻ 1 കിട്ടിയത്. സോ ബിക്കോസ് ഓഫ് ദ ഡെഫിഷ്യൻസി ഓഫ് ഓക്സിജൻ, ദ ഫ്ലെയിം ഹാസ് ടു ട്രാവൽ മച്ച് മോർ ഡിസ്റ്റൻസ് ടു കംപ്ലീറ്റ്ലി ബേൺ ദ അസറ്റൈലിൻ ഇൻ ദ മിക്സർ. ഓക്കെ, സോ അസറ്റൈലിൻ, ഓക്സി അസറ്റൈലിനുള്ള ആ ഒരു അസറ്റൈലിനെ നമുക്ക് ബേൺ ചെയ്യാനായിട്ട് ഓക്സിജന്റെ കുറവ് കാരണം ആ ഒരു ഫ്ലെയിമിന് കുറച്ചുകൂടി, ഇന്നർ കോണിന് കുറച്ചുകൂടി ലെങ്ത് ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഈ ഒരു ലെങ്ത് ഓഫ് ദി ഇന്നർ കോൺ എന്ന് പറയുന്നത് 2n to 3n mm, വേറെ n is the neutral flame, length of the inner cone of the neutral flame നമ്മൾ ഓൾറെഡി പ്രീവിയസ് സ്ലൈഡിൽ പറഞ്ഞു. ആൻഡ് ഇവിടെ മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കുറവാണ്, അറൌണ്ട് 3040 ഡിഗ്രി സെൽഷ്യസേ നമുക്ക് കിട്ടുന്നുള്ളൂ. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ joining low melting point materials. It cannot be used for joining high melting point materials because of this maximum temperature is a little bit lower. And the average temperature is of the range 1800 degrees Celsius and 1900 degrees Celsius. Maximum temperature എത്രയായിരുന്നു നമുക്ക് കിട്ടുന്നത്? 3040 degrees Celsius ആണ്. So അത് കുറവായതുകൊണ്ട് compared to oxidizing flame and neutral flame, it is used for joining low melting point materials. It cannot be used for joining high melting point materials. And it is mostly used for joining high carbon steels. ഈ ഒരു പോയിന്റും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. Carburizing flames are used to join high carbon steels. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടൈപ്സ് ഓഫ് ഫ്ലെയിംസിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. നമ്മൾ എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലെയിംസ് എന്ന് കണ്ടു. അതിന് മുമ്പേ നമ്മൾ ഓക്സി അസറ്റൈലിൻ വെൽഡിംഗ് എന്താണ്, അതിന്റെ ഒരു ബേസിക് ഐഡിയ, ഓവറോൾ ഐഡിയ എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ടോപ്പിക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.